ദില്ലിയിൽ സീതാറാം യെച്ചൂരിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായിരുന്നു അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി. സാധാരണക്കാർക്ക് എപ്പോഴും കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള ഈ വീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിന്റെ കൂടി ഭാഗമാണ്. അരനൂറ്റാണ്ട് നീണ്ട യെച്ചൂരിയുടെ രാഷ്ട്രീയ ചരിത്രമാണ് ഈ വീട് നമ്മോട് പറയുന്നത്. അരനൂറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് സീതാറാം യെച്ചൂരിയുടെ ദില്ലിയിലെ ഔദ്യോഗിക വസതി. SFI കാലം മുതലുള്ള സഖാവിന്റെ ജീവിതയാത്ര പുസ്തകങ്ങളായും ഓർമ്മകളായും ചിത്രങ്ങളായും അവിടെ നമ്മെ കാത്തിരിക്കുന്നു. ഇന്ത്യയുടെ അരനൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ ചരിത്രം കൂടിയാണ് സീതാറാമിന്റെ ഓർമ്മകളും ആ വീടും നമ്മോട് പറയുന്നത്. പ്രിയ സഖാവിന്റെ വസതിയിലെത്തിയ ഞങ്ങളോട് SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് നിതീഷ് നാരായണൻ സഖാവിന്റെ ഓർമ്മകൾ പങ്കുവച്ചു. നമ്മൾക്കൊപ്പം ഇപ്പോൾ നിതീഷ് നാരായൺ കൂടി ചേരുന്നുണ്ട്. SFIയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാണ്. 1980 തൊട്ട് 86 വരെ 6 വർഷം സ്റ്റുഡൻറ് സ്ട്രഗിളിൻ്റെ എഡിറ്ററായിരുന്നു സീതാറാം യെച്ചൂരി. അന്നത്തെ ആ മാഗസിൻ കണ്ടു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഈ സാങ്കേതികപരമായിട്ടുള്ള എന്താ പറയുക ടെക്നോളജികളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത്, ഉപകരണങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അവരിറക്കിയിട്ടുള്ള മാഗസിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ അത് ഏത് മുൻനിര മാഗസിനോടും, അതായത് ഒരു പ്രൊഫഷണൽ മാഗസിനോട് കിടപിടിക്കാൻ വേണ്ടി പറ്റുന്ന ഉള്ളടക്കം, അതിൻ്റെ ഈ പറയുന്ന പോലെ ഡിസൈനിങ്, അതിൽ ആളുകൾ പങ്കെടുക്കും ഒക്കെ നമുക്ക് അന്നത്തെ കാലത്തെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിന്റെ ഒരു ദിഷണ ശേഷി, സംഘടനാ മികവ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഞാൻ സ്റ്റുഡൻറ് സ്ട്രഗിളിൻ്റെ എഡിറ്റർ ആയിരുന്നു, ഒരു 4 വർഷത്തോളം സ്റ്റുഡൻറ് സ്ട്രഗിളിൻ്റെ എഡിറ്റർ ആയിരുന്നു. അപ്പോഴെല്ലാം ആഗ്രഹിച്ചത് സീതാറാം യെച്ചൂരി ആയിരുന്നു നമ്മുടെ ഒരു മാതൃക, ഒരു മാഗസിൻ. ഇത് അദ്ദേഹത്തിന്റെ കാലത്തെ ഒരു പൈതൃകം നിലനിർത്തും. അതെ, ഇത് 1985 SFIയുടെ കേന്ദ്ര കമ്മിറ്റി ഭോപ്പാൽ ദുരന്തം നടന്ന സമയത്ത്, അതെ, ഭോപ്പാൽ ദുരന്തത്തിന്റെ സമയത്തുള്ള സ്റ്റുഡൻസുകളുടെ കോപ്പിയാണിത്. 84 ചീഫ് എഡിറ്റർ സീതാറാം യെച്ചൂരിയാണ്. അതിപ്പോ നേപ്പാൾ ദേവ് ഭട്ടാചാര്യയും സൈഫുദ്ദീൻ ചൗധരിയും ഒക്കെ അന്ന് എഡിറ്റോറിയൽ ബോർഡിന്റെ അംഗമായിരുന്നു, അശോക് ധവളെ ഒക്കെ. അതുപോലെ തന്നെ സഫ്തർ ഹാഷ്മി എഴുതിയ ലേഖനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഭോപ്പാൽ ദുരന്തം. അതെ, ഭോപ്പാൽ ടൈറ്റിൽ എന്താണ് രാജേന്ദ്രൻ? സഫ്ദർ ഹാഷ്മിയുടെ 84. അതിനുശേഷമാണ് അന്ന് എനിക്കറിയാം ഇതിന്റെ യഥാർത്ഥ ആർനാൻഡേഴ്സ് അടക്കമുള്ള ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദികളെ രക്ഷപ്പെടുത്താനായി അന്ന് കോൺഗ്രസ് സർക്കാരുകൾ വലിയ ശ്രമം നടത്തിയപ്പോൾ അതിനെതിരെ സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലാണ് ശക്തമായ പ്രക്ഷോഭം നടന്നത്. അതെ. അന്നത്തെ പോസ്റ്ററുകൾ, അതുപോലെ തന്നെ ഈ ചിത്രങ്ങൾ സഖാവ് ബേബിയുടെ ചിത്രമാണ്. അന്ന് ഒരുപാട് ദൃശ്യങ്ങൾ ആ സമയത്ത് നമുക്കിതിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ SFI ആ കാലത്തെ സ്റ്റുഡൻസുകളുടെ ഏറ്റവും നല്ല കാലഘട്ടങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു സീതാറാം യെച്ചൂരി. ഇതുകൂടി കാണണം. ഇതാണ് സ്റ്റുഡൻസുകളാണ്. മുമ്പ് നിതീഷ് പറഞ്ഞതുപോലെ 84 ഇന്നത്തെ അച്ചടിയുടേതായിട്ടുള്ള ആധുനിക സാങ്കേതികതയൊക്കെ വരുന്നതിന് മുമ്പ് എത്രമേൽ അവരതിനെ ഭാവനയോടെ കണ്ടു, അല്ലെ ദീർഘവീക്ഷണത്തോടെ കണ്ട് സ്റ്റുഡൻസുകളിനെ രൂപപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയി. ആ സ്റ്റുഡൻസുകൾ ഇന്ന് SFIയുടെ ഇതിനകത്ത് എനിക്ക് സ്റ്റുഡൻറ് സ്ട്രഗിളിന്റെ പത്രാധിപന്മാർ, അതുപോലെ അതിൽ എഴുതിയിരുന്ന പലരും തന്നെ പിന്നീട് അറിയപ്പെടുന്ന പ്രശസ്ത മാധ്യമപ്രവർത്തകരായിട്ടുണ്ട്. ദില്ലിയിൽ സഖാവ് സീതാറാമിന് ഏറ്റവും പ്രിയപ്പെട്ട ഇടം കൂടിയാണ് ഈ വസതി. സഖാവിന്റെ പ്രിയ സുഹൃത്തായിരുന്ന അനശ്വര രക്തസാക്ഷി സഫ്ദർ ഹാഷ്മിയുടെ സ്മാരകം ഇവിടെ തൊട്ടരികിലാണ്. സഫ്ദറും സഖാവും തമ്മിലുള്ള സ്നേഹബന്ധവും നിതീഷ് പങ്കുവച്ചു. സഫ്ദർ ഹാഷ്മി മെമ്മോറിയൽ. സഫ്ദർ ഹാഷ്മി സീതാറാമിന്റെ കൂടെ ഡിഗ്രി കാലത്ത് പഠിക്കുകയും അടുത്ത സുഹൃത്തുക്കളായിരിക്കുകയും സീതാറാമിനോടുകൂടി സംസാരിച്ചതിന് ശേഷം തൻ്റെ കോളേജ് അധ്യാപക ജോലി അവസാനിപ്പിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വേണ്ടി ഡൽഹിയിലേക്ക് വീണ്ടും തിരിച്ചു വരികയൊക്കെ ചെയ്തൊരു വിപ്ലവകരമായ ചരിത്രമുള്ള ആളാണ് സഫ്ദർ ഹാഷ്മി. സഫ്ദർ ഹാഷ്മി കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് സീതാറാം യെച്ചൂരി കാണുന്നുണ്ട്. അദ്ദേഹത്തെ അതിനെക്കുറിച്ചിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ വൈകാരികമായിട്ട് പറഞ്ഞിരുന്നു. അത് പാർട്ടിയുടെ തിരുവനന്തപുരത്തെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്താണ്. പിന്നെ യെച്ചൂരിക്ക് അതിൻ്റെ ഇടയിൽ മോസ്കോയിലേക്ക് പോകേണ്ടി വന്നു. അപ്പം അന്ന് യെച്ചൂരി മോസ്കോയിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിൽ യെച്ചൂരിയെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് വരുന്നത്, യെച്ചൂരിക്ക് ചില പേപ്പറുകൾ കൊടുക്കാൻ വേണ്ടി വരുന്നതും സഫ്ദർ ഹാഷ്മി ആയിരുന്നു. അങ്ങനെ യെച്ചൂരി മോസ്കോയിൽ എത്തുമ്പോഴാണ് അതിനുശേഷമാണ് അറിയുന്നത് സഫ്ദർ ഹാഷ്മി തൊട്ടടുത്ത ദിവസം കൊല്ലപ്പെട്ടു എന്ന് അറിയുന്നത്. രാജ്യത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സ്ഥിരാകേന്ദ്രം കൂടിയായിരുന്നു ഈ വീട്. പാർട്ടിയുടെ വിവിധ വർഗ ബഹുജന സംഘടനകളുടെ ഓഫീസുകളും ഇവിടെ തന്നെയാണ്. ചിരിച്ച മുഖത്തോടെ ഇവിടെ എത്തുന്ന മനുഷ്യരെ സ്വീകരിക്കാൻ സഖാവ് സീതാറാം യെച്ചൂരി ഇനിയില്ല.
അണയാത്ത വെളിച്ചമായി സഖാവ് ഇനി ഓർമ്മകളിൽ ജീവിക്കും. ലാൽ സലാം പ്രിയ സഖാവേ. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.